എന്തുകൊണ്ടാണ് കാസർഗോഡ് ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ കാസർഗോഡ് കഴിഞ്ഞ MP ആയിരുന്ന ആളുടെ മകന്റെ രാഷ്ട്രീയം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോ കഴിഞ്ഞ ദിവസമാണ് BJPയുടെ ഒരു സ്ഥാനാർത്ഥി ഇവിടെ പ്രഖ്യാപിച്ചത്. BJPയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ ചാനലുകാർ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. PK കൃഷ്ണദാസ് പോലുള്ള വലിയ പ്രധാനപ്പെട്ട നേതാക്കന്മാര്. BJPയുടെ തന്നെ കണക്കിൽ BJPയുടെ A ക്ലാസ് മണ്ഡലമാണ് കാസർഗോഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളാരാണെന്ന് ഞങ്ങൾക്കൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ധാരണ പരസ്പരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ജനങ്ങളോട് കൂടി ഒന്ന് സമ്മതിക്കാൻ വേണ്ടി തയ്യാറായാൽ നല്ലതായിരുന്നു. വളരെ പെട്ടെന്ന് മറുപടി, 1 മിനിറ്റ് സമയം. ഇവിടെ വാർദ്ധക്യവും യുവത്വവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ ലോക്സഭയിൽ. ഉള്ളിച്ചിലെ വൃദ്ധരാക്കരുത്, ചെറുപ്പക്കാരനാ, ചെറുപ്പക്കാരൻ. ബാലകൃഷ്ണ മാഷും ഉണ്ണിച്ചനൊക്കെ ഡൈ ചെയ്തിട്ട് യുവത്വം ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി യുവ സ്ഥാനാർത്ഥിയാണ്. ആ സ്ഥാനാർത്ഥി എന്തിനു നിർത്തി എന്നുള്ളത് ആരോപണമൊക്കെ അടിസ്ഥാനരഹിതമാക്കിയിട്ട് റിസൾട്ട് വരുമ്പോ ജയിച്ചു വരും. ഒരു ചോദ്യം വേണ്ട. ശരി, ഒരു ചോദ്യം കൂടി ചോദിച്ചോളൂ പെട്ടെന്ന്. സാർ, ആരോടാ ചോദ്യം? എന്റെ ചോദ്യം BJP പ്രതിനിധിയാണ്. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പില് അന്ന് അതിനു മുമ്പേ ഭരിച്ച UPA ഗവൺമെന്റിന്റെ ഭരണ കോട്ടങ്ങൾ നിങ്ങൾ തുറന്ന് ജനങ്ങളോട് പറയുകയും അന്ന് ഈ തെരഞ്ഞെടുപ്പിന് BJP അവകാശമുന്നയിച്ചത് ഞങ്ങൾ ഈ മറ്റു ഇതര രാഷ്ട്രീയ പാർട്ടിയുടെ കള്ളപ്പണം സ്വിസ് ബാങ്കിലുണ്ട്, അതൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് ഓരോ പാവപ്പെട്ടവന്റെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുമെന്ന് പറഞ്ഞ ഈ വളരെ പൊള്ളതം പറഞ്ഞ BJP ഗവൺമെന്റ്, ആ BJP ഗവൺമെന്റ് 15 ലക്ഷം രൂപ ഓരോ ഇവിടുത്തെ പാവപ്പെട്ട ഓരോ വ്യക്തിയുടെയും സീറോ ബാലൻസ് പറഞ്ഞില്ല. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടല്ല പറഞ്ഞത്. അങ്ങനെ ഹിന്ദി മനസ്സിലാവാതെ പോയണ്ട. ഈ ഓരോ മനുഷ്യരുടെ പോക്കറ്റിലും 15 ലക്ഷം രൂപ വരുന്ന പണം ബാങ്കിൽ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഏത് വിധത്തിലാണ് അവർ വോട്ട് ചോദിക്കുന്നത്? ഈ കാസർഗോഡ് ജില്ലയിലെ വികസനം അല്ലെങ്കിൽ മറ്റു ജനങ്ങളുടെ അവകാശങ്ങൾ ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് കേരള കർഷക സമരത്തെ പോലും അട്ടിമറിച്ച ഒരു ഗവൺമെന്റാണ് BJP ഗവൺമെന്റ്. ആ BJP ഗവൺമെന്റ് ആണോ ഇവിടെ വോട്ട് ചോദിക്കുന്നത്? എന്ത് അവകാശങ്ങളുണ്ട്? പിന്നെ വേറെ ആ ചോദ്യത്തിന് മറുപടി വേണം. അതിന് മുമ്പ് പെട്ടെന്ന് ക്വിക്കായിട്ട് ഞാൻ 3 ചോദ്യം എടുത്തിട്ട് പാനലിലേക്ക് വരാം. 3 ചോദ്യം പറഞ്ഞോ. അരുൺ, ഈ ഒരു തുലാസിന്റെ 2 തട്ടിലായിട്ട് CPM BJP നിൽക്കുന്നതുകൊണ്ടാണോ മധ്യത്തിലായി ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ നിർത്തി നിങ്ങൾ ആക്രമിക്കാൻ അവസരം കൊടുത്തു? മറ്റൊന്ന്, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് മുസ്തഫ മറുപടി പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ചോദ്യം? എൻഡോസൾഫാന്റെ നാളെ പങ്കെടുക്കോ? അതല്ലേ നേരത്തെ ഒരു DYFI പ്രവർത്തകൻ പറഞ്ഞത് അവരാണ് കൂടുതൽ പ്രവർത്തിച്ചത്.